രണ്ടാമത്തെ ഒരു കാര്യമാണ്, അപ്പോൾ ദൈവത്തിന് പ്രീതിജനകമായ കാര്യങ്ങൾ ചെയ്യണം. അവിടുത്തെ നാം ആവശ്യപ്പെടുന്നത് എന്തും അവിടെ നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു തീരുമാനം എപ്പോഴുണ്ടാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു തീരുമാനം ഉണ്ടാണ്. മനസ്താപത്തിലൊരു തീരുമാനമുണ്ട്. തീരുമാനമില്ലാത്ത കുമ്പസാരമേ അല്ല. കർത്താവിന് മുമ്പിൽ ഒരു തീരുമാനം പറയാത്ത കുമ്പസാരമേ അല്ല. കർത്താവിനോട് പറയണം, ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളത് അടുത്ത കാര്യം. പക്ഷെ കർത്താവിനോട് പറയണം, കർത്താവേ ഞാനിനി ശ്രദ്ധിച്ചോളാം, കർത്താവേ ഞാനിനി ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അതിനുള്ളൊരു കൃപ തരും. നമ്മൾക്കൊറ്റയ്ക്കൊരു തീരുമാനം നടപ്പിലാക്കാൻ പറ്റുകയില്ല. അങ്ങനെ എത്രയോ തീരുമാനങ്ങൾ എടുത്തു, എന്നിട്ട് നടപ്പിലാക്കാൻ പറ്റുമോ? അപ്പോൾ ദൈവത്തോട് പറയുക, ദൈവമേ ഞാൻ ഇന്നത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ദൈവം ആ തീരുമാനങ്ങളുടെ മേൽ ഒരു ആശീർവാദം തരും. ദൈവത്തിൻ്റെ ആശീർവാദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും.